രണ്ടാം പിണറായി സർക്കാരിൻ്റെ പുതിയ മന്ത്രിമാരായി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും കെ.ബി. ഗണേഷ് കുമാറും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. വൈകുന്നേരം 4 മണിക്ക് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. അതേസമയം നിയുക്ത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന് സിനിമാ വകുപ്പ് നൽകേണ്ടതില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. വിവരങ്ങളുമായി MK വിനോദ് ചേരുന്നു. വിനോദ്, സത്യപ്രതിജ്ഞാ ചടങ്ങ് വൈകുന്നേരം 4 മണിക്ക് രാജ്ഭവനിൽ നടക്കും. ഒരു ഇടവേളയ്ക്ക് ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരേ വേദിയിൽ എത്തുന്ന നിമിഷങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. മറ്റൊരു കാര്യം, ഈ കെ.ബി. ഗണേഷ് കുമാർ, അദ്ദേഹത്തിന് ഗതാഗത വകുപ്പ് മാത്രം പോരാ, അദ്ദേഹത്തിന് ചലച്ചിത്ര വകുപ്പ് കൂടി വേണം എന്നാവശ്യപ്പെട്ടൊരു കത്ത് നൽകിയിരുന്നു. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തിൻ്റെ ആവശ്യം നിരാകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നുണ്ടോ? എന്തൊക്കെ വിവരങ്ങളാണ് നൽകാനുള്ളത് വിനോദ്? അനിൽ നമ്പ്യാർ, തീർച്ചയായും രാഷ്ട്രീയ കേരളത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു ചടങ്ങിനാണ് രാജ്ഭവൻ സാക്ഷ്യം വഹിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിയും ഗവർണറും നേർക്ക് നേർ പോരാട്ടം നടത്തുന്ന ഒരു ദിനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. അതിനുശേഷം ഇവർ രണ്ടുപേരും ഒരേ വേദിയിലേക്ക് വരുന്ന സാഹചര്യം. ഈ രാജ്ഭവനിൽ പുതിയ 2 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ഇന്നലെ എത്തിയ ഗവർണർക്ക് മുമ്പിലും ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ CPM-ൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ SFI കരിങ്കൊടി കാണിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സർക്കാരിനെതിരെ ഇന്നലെയും ഗവർണർ പറയുന്നത് നമ്മൾ കേട്ടു. അതിനുശേഷം ഗവർണറും മുഖ്യമന്ത്രി ഒരേ വേദിയിലേക്ക് വരുന്നു. അതായത് ഇന്ന് 2 മന്ത്രിമാർ, പുതിയ മന്ത്രിമാർ മുൻ ധാരണ പ്രകാരം സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. കെ.ബി. ഗണേഷ് കുമാറും അതേപോലെ തന്നെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും. ഈ 2 മന്ത്രിമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഈ ചടങ്ങ് പ്രതിപക്ഷം ബഹിഷ്കരിച്ചിരിക്കുകയാണ്. കാരണം ഇതേപോലെ നിരവധി പ്രശ്നങ്ങളുള്ളപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇവരുടെ വകുപ്പ് മാറ്റം ഇപ്പോൾ അനിവാര്യമായ ഘടകമല്ല. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ ചില നടപടികൾ, അത് ജനദ്രോഹ നടപടികൾ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഈ പരിപാടി ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുമാത്രമല്ല, ഇവിടെ അനിൽ നമ്പ്യാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ.ബി. ഗണേഷ് കുമാറിന് ലഭിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് ഗതാഗത വകുപ്പാണ്. ഗതാഗത വകുപ്പിനൊപ്പം സിനിമാ വകുപ്പ് കൂടി തനിക്ക് നൽകണം എന്നൊരു അഭ്യർത്ഥന മുഖ്യമന്ത്രിക്ക് മുമ്പിൽ ഗണേഷ് കുമാറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ കേരള കോൺഗ്രസ് ബിയും മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ഇന്ന് ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ ആവശ്യം പരിഗണിച്ചു. പക്ഷേ സെക്രട്ടേറിയറ്റിന് തീരുമാനം വന്നിരിക്കുന്നത് CPM മന്ത്രിമാരുടെ കയ്യിലുള്ള വകുപ്പുകളൊന്നും തൽക്കാലം വേറെ ഘടകകക്ഷികൾക്ക് നൽകേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനം. അതായത് CPM-ലെ സജി ചെറിയാനാണ് സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹമാണ് സിനിമാ വകുപ്പും ആ വകുപ്പിനൊപ്പമാണുള്ളത്. അപ്പോൾ സജി ചെറിയാൻ്റെ കയ്യിൽ നിന്നും അടർത്തിയെടുത്ത് സിനിമാ വകുപ്പ് ഗണേഷ് കുമാറിന് നൽകേണ്ട സാഹചര്യം നിലവിലില്ല എന്നുള്ള ഒരു വിലയിരുത്തലാണ് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായത്. അതുകൊണ്ട് ഗണേഷ് കുമാറിൻ്റെ ഗതാഗത വകുപ്പ് മാത്രമായിരിക്കും ഉള്ളത്. നമുക്കറിയാം, തലവേദന പിടിച്ച വകുപ്പാണ് ഗതാഗത വകുപ്പ്. അത് കടങ്ങൾ കൊണ്ട് കട്ടപ്പുറത്തായ KSRTC-യെ ഗണേഷ് കുമാർ എങ്ങനെ കൊണ്ടു നടന്ന് അതിന് പേരുദോഷം ഇല്ലാതാക്കും എന്നുള്ള കാര്യമൊക്കെ കണ്ടറിയണം. പക്ഷേ ഗണേഷ് കുമാറിനെ നേരത്തെ കൈകാര്യം ചെയ്തിരുന്ന ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മന്ത്രിയായിരുന്നപ്പോൾ ഗണേഷ് കുമാർ കൈകാര്യം ചെയ്ത വകുപ്പാണ് സിനിമാ വകുപ്പ്. വളരെ ആക്ഷേപമില്ലാത്ത നിലയിൽ, പ്രത്യേകിച്ചും സിനിമാ നടൻ എന്നുള്ള നിലയിൽ, സിനിമാക്കാർക്കൊപ്പം പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ ആ വകുപ്പ് നന്നായി കൈകാര്യം ചെയ്ത പാരമ്പര്യം ഗണേഷിനുണ്ട്. അത് വെച്ചിട്ടാണ് ഗണേഷ് അത് ചോദിച്ചത്. പക്ഷേ CPM ഇപ്പോൾ അത് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വൈകിട്ട് 4 മണിക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നു. ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും രാജ്ഭവനിൽ പൂർത്തിയായിട്ടുണ്ട്. 4 മണി കഴിയുമ്പോൾ ഗതാഗത വകുപ്പിലും അതേപോലെ തന്നെ തുറമുഖം വകുപ്പിൽ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും പുതിയ മന്ത്രിമാരായി വരുന്നു. ഗതാഗത വകുപ്പിൽ ഗണേഷ് കുമാറും വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ കാര്യങ്ങൾ. അനിൽ നമ്പ്യാർ. യെസ്, കെ.ബി. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും പുതിയ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. വൈകുന്നേരം 4 മണിക്ക് രാജ്ഭവനിലാണ് സത്യപ്രതിജ്ഞ. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കും. ഗവർണറും മുഖ്യമന്ത്രിയും പരസ്പരം കുമ്പുകോർക്കുന്ന ഇരുവരും ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരേ വേദിയിലെത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ചടങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത. ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യും കെ.ബി. ഗണേഷ് കുമാർ. അദ്ദേഹം സിനിമ വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു, പക്ഷേ അത് കൊടുക്കേണ്ട എന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെ തീരുമാനം. വിനോദാണ് വിവരങ്ങൾ നൽകിയത്.